ഞാൻ കാരണല്ല, കോഴി കാരണം. ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഞാൻ കോഴി. നീ കോഴി? ഞാൻ കോഴിയല്ല, പാലുവരുത്തി. കോഴിയെ വേണമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കൊടുത്തോളൂ. എന്റെ കടുത കിട്ടില്ലായിരുന്നു പാനു? കടുതോ? കടുത് ഒക്കെ കിട്ടി. അതിന് വിട്ട് നമ്മൾ ഈ രാഘവട്ടം പോട്ട് വിശ്രമിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. നീ സൂക്ഷിക്കുന്നതല്ല, അതിനകത്ത് പൊട്ടുന്ന സാധനം ഉണ്ട്, പൊട്ടാതെ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. വെരി ഹെവി വെയിറ്റ്. ഒന്ന് സഹായിക്കും. നീ അങ്ങോട്ട് ഇരുന്നേ, ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. എന്റെ പുറകെ നിൽക്കുന്നതാണ് വെള്ളയപ്പൻ. വെള്ളയപ്പോ? അപ്പല്ല, അപ്പൻ. വെള്ളയപ്പൻ. ഓരോ പേരുകളെ. ഇത് വെള്ളിയപ്പൻ. പിന്നെ അപ്പനോ? ഇവங்க ബ്രദേഴ്സ്. ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ചങ്ങ് പറഞ്ഞേക്കെ. ഇനി അപ്പന്മാരല്ല, ചാമിമാരാ. ഇത് പളനിച്ചാമി, ഇത് മുനിച്ചാമി, ഇത് വീരാച്ചാമി. ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ? ഇതൊക്കെ അവിടെ ഒന്നാന്തരം പേരുകളാ. അയ്യേ അച്ഛാ, രാത്രി എന്താ കഴിക്കാൻ വേണ്ടത്? രാത്രിയില് ഇലുമ്പിച്ച ശാദം മതി, അല്ലെങ്കിൽ വേണ്ട പുളിയോദര. അവക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പഠിച്ചില്ലേ മോളെ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നാ? മറന്നുപോയി അച്ഛാ. നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മോളൊരു കാര്യം ചെയ്യും, തൈര് ശാദം മതി. നീ ചോറുണ്ടാക്കിക്കോ, തൈരും കൂട്ടി കുഴച്ച് തൈര് ശാദം ആക്കിക്കൊള്ളു. അങ്ങനെ തന്നെയാണ് ബാനു. അവിടെ ആയിരുന്നപ്പോ അവിടുത്തെ ഭക്ഷണം, ഇനി ഇവിടെയല്ലേ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ മതി. അത് മതി. മോളെ, രാത്രി വാഴപ്പഴം വേണം. എനിക്കിത് കേൾക്കുമ്പോഴാ വാഴപ്പഴം, കാളപ്പഴം, വാഴപ്പഴം ഒക്കെ ഇവിടെയുണ്ട്. 33 കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയവനല്ലേ ഞാൻ. അതിനെന്താ, 5-8 കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ? ഒരൊറ്റ തമിഴ് വാക്ക് പോലും ഞാൻ പറയുന്നില്ലല്ലോ. അത് കളാ. ലതിക നീ പരീക്ഷ എഴുതുന്നില്ലേ? എന്തിനാ വെറുതെ കാശ് കളയാൻ? ഇത്രയൊക്കെ പഠിച്ചാൽ മതി. എനിക്ക് പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സമാധാനം കിട്ടാറ്. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം. അതിനെന്താ, ഇന്നത്തെ കാലത്ത് അരശിയൽ നല്ല ഏർപ്പാടാ. നീ പഴഞ്ചനായതുകൊണ്ട് അറിയിക്കാത്ത. എടി, 33 വർഷം റെയിൽവേക്കാരനായിരുന്ന എന്നെ ആരറിയും? ചില വോട്ടർമാരെ കണ്ടാൽ സലാം വെക്കും, അത്ര തന്നെ. അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഗോഖലെ, വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള അരസ്യൽവാദികളില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. മക്കൾക്ക് പറ്റിയ അച്ഛൻ തന്നെ. ഒരുത്തനെ LLB വരെ പഠിപ്പിച്ചു, അവൻ കോടതിയിൽ പോണില്ല. മറ്റവൻ BSc പാസ്സായിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല. സത്യപ്രതിജ്ഞാന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിരിക്കുക. രണ്ടാളും തമ്മിലാണെങ്കിലോ കീരിയും പാമ്പും. പണ്ട് പോലെ എന്റെ കുഴപ്പമില്ല, നിസാര കാര്യത്തിന് വേവലാതി പിടിക്കും. ഞാനേ നല്ല നിമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ. മക്കളെ കുറ്റം പറഞ്ഞ് നീ എന്നെ നിമ്മതി കെടുത്താതെ. പോത്ത് പോലെ 2 ആൺമക്കളുണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുത്തനുമില്ല. മല മറിച്ചിട്ട് വന്നായിരുന്നു പ്രസംഗിക്കുക. അച്ഛനെപ്പോ വന്നു? അമ്മയുടെ മൂത്ത പോലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷന് തോറ്റ് തുന്നമ്പാടിയൊരു സഖാവ്. മൂപ്പരെവിടെ കാണാൻ കൊതിയാവോ? അതുകൊണ്ടാ.
ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, ഇനി എന്ത് വഴക്ക്? ഒന്ന് നേരിൽ കാണുക, മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചിട്ടുള്ളൂ, ഒരു അനുശോചനം രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നുമല്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേടാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. നിന്നെ പേടിച്ചിട്ടാ. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവന്ന് അച്ഛൻ പറയണ കേട്ടു. ഓഹോ, എന്നാൽ എനിക്ക് സന്തോഷം. ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പിനെ നേരിട്ട് കാണാൻ. അമ്മയ്ക്കറിയോ, ഈ ഇലക്ഷൻ ഇടയ്ക്ക് 9-ാം വാർഡിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്താണ് ചേട്ടൻ. അമ്മ എന്താ പറഞ്ഞു? അതൊക്കെ പോട്ടെ, ആദ്യം സ്ട്രോങ് ആയിട്ട് ചായ ചെലുത്തേ, കാലത്തെ പരിപാടിയും നടക്കട്ടെ. If you enjoyed, you can clap. Okay? എവിടെയായിരുന്നു അവിടെ? ഞാൻ വന്നൊരു ദിവസത്തിനായി. കയറി വന്നു കഴിക്കും. ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മില് ഇരുന്നൂന്ന് കഴിക്കും? അച്ഛനെപ്പോ വന്നു? ഓ മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും ശബ്ദമൊന്നും കേട്ടില്ല. അവൻ ഇച്ചിരി മീൻകുളം പോടും. അമ്മേ, ചോറത്തിന് കൂടുതൽ വിളമ്പിക്കുക, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എനിക്ക് മോനെ, ഒരു തേർതലാവുമ്പോ എന്തായാലും പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നഗലിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി കൂടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കൂത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റിന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ എടുത്തിരുന്നോ? അറിയില്ലെന്ന് ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ടെന്ന് ആരംഭിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്കേ, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം വിടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി എഴുതി മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വന്തം? പോളണ്ട്
നീ പോ. നീ ഓടി. ഊണ് കഴിഞ്ഞ് വേണ്ടത് ശരിയാണ്. ഇപ്പൊ കണ്ടില്ലേ? പാലുവേ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പ്രഭാകരനെയും പ്രകാശനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടികിട്ടി. എന്താ? അവര് പറയുന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല. അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ. പക്ഷെ ഞാനും നീയായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ. ഉസിലംപട്ടി സ്റ്റേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാന്മാർക്ക് ഞാൻ പച്ച സിഗ്നല് കാണിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇവന്മാർക്ക് അങ്ങനെ സിഗ്നലൊന്നും നിങ്ങൾ കാണിക്കണ്ട. തെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയ പൂലൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. ഓ, എടീ, ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെ അമ്മയും അച്ഛനുമായിട്ട് അവിടത്ത് ചുമ്മാ ഇരുന്നാ മതി. അവിടെ ഇപ്പോഴത്തെ പൂട്ട കണ്ടറിയാം ഒരു പെരിയ ആൾക്കാരാകുമെന്ന്. ഇതായിട്ട് ക്യാപ്പിയുടെ അച്ഛനെ മനസ്സിലായില്ലേ? KG പൊതുവാൾ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റാണ്. എന്ത് ചോദ്യാണ് അറിയാണ്ടിരിക്കോ? പ്രത്യേകിച്ച് മലങ്കര മണ്ഡലത്തിൽ ഒരു വോട്ടർ. നമ്മളെ പേരെന്താണ്? രാഘവൻ നായരെന്ന. മിസ്റ്റർ രാഘവൻ നായർ, ഈ പയ്യനുണ്ടല്ലോ KRP മിടുക്കന. ഇവൻ വലിയവനാണ്. ചൂട്ട് കത്തിക്കട്ടെ. ഞങ്ങള് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണാവോ? INSPയുടെ ഭാരതയാത്രാ ഫണ്ടിനുള്ള പണത്തിരിവ് ഉടൻ തുടങ്ങിയ. അത് സാരല്ല, 5000 10,000 എത്രാമത്തെ KRP ഏൽപ്പിച്ചാൽ മതി. അതല്ല ഞങ്ങൾ പറയാൻ വന്നേ. യശ്വന്ത് സഹായിച്ചാണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ്. ആരാ? കേട്ടിട്ടില്ലേ? INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി. ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ? മിസ്റ്റർ നായർ, ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാർട്ടി ആവശ്യപ്പെട്ടു കത്തിക്കട്ടെ. കൊണ്ടുപോടാ കൊടുത്തേ. അപ്പൊ മിസ്റ്റർ നായർ, അഭിനന്ദനായ സഹായിജി ഈ മാനങ്കരയിൽ ഒരു ദിവസം തങ്ങുന്നുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ തന്നെ കൊടുക്കണമെന്ന് KRP ഭയങ്കരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഹായിജി വീട്ടിൽ നിന്ന് ഉണ്ണും. അച്ഛാ, അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിച്ചി. അല്ല, പിന്നെ സഹായിജി വീട്ടിൽ ഉണ്ണനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ശ്രമിക്കാം. അപ്പൊ വരെ ഓ, യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാലങ്കരയിൽ എത്തിയിരിക്കുകയാണ്. ഒന്ന് മാറോ, നമ്മളെങ്ങനായാലോ? നാരിയൽ കാ പാനി എന്ന് नारियल पानी क्या क्या? हमको पीने के लिए नारियल का पानी लाओ. എന്താണ് മൂപ്പൻ ചോദിക്കുന്നത്? അപ്പൊ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളം അടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോൾ ये बुद्धू का आदमी नारियल पानी लाओ ना. मद्यपान തന്നെ. क्या मद्यपान है? हाफ बोतल क्या फुल बोतल? क्या हाफ बोतल क्या फुल बोतल? അല്ലല്ലേ, അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങളുടെ കമ്പനികളുടെ മാക്ഡോവലാ. इडियट, हमको नारियल पानी चाहिए. ഇതൊരു നടത്തു പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? നാരിന്ന് വെച്ചാൽ സ്ത്രീ. ദൈവം വെച്ച തോന്നുന്നത്. സ്ത്രീരഹി സ്ത്രീരഹി राम राम ബ്രഹ്മ राम. ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ?
ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി നമ്മൾ അന്നീരോ ഓന്റെ ഇഷ്ടം എന്തായാലും ആദ്യം പറഞ്ഞൂടെ? ഇറങ്ങീരേ അങ്ങനെ പറയും. So let's see if he gets around. അച്ഛൻ ആ വാങ്ങും. ആ ഒന്നോട് മുണ്ട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിലെന്താ നായരെ മൂപ്പരെ കാലം തൊട്ട് വന്ന് ചേർക്കും. വേഗം വേഗാവട്ടെ. എൽഡിയുടെ കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഒന്ന് കാല് കുത്താൻ തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ലേ അച്ഛാ, കാലുകുത്ത് വന്നിട്ടുള്ളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदम नहीं उसको. ये हमारा प्रकाशन का अचन. क्या प्रकाश? क्या प्रकाशन? क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ മുതിർന്നാൽ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെ ഹിന്ദി പറഞ്ഞെടുക്കാൻ കണ്ണൊക്കെ നോക്കി. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. മൈ ഫാദർ. ഹു ആർ യു? क्या चाहिए? चाय वालों. मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा. हमारा राष्ट्रभाषा हिंदी है. तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता. जिन लोगों को हिंदी नहीं मालूम, उन लोगों को हमारा सरकार नौकरी नहीं देगी. और याद रखो, कोई बच्चा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण साक्षरता बंदर का बच्चे. One of the brothers who becomes so obsessed with party identity that he begins turning the family home into a political headquarters sort of thing. So let's see what happens. ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാതം കോട്ടപ്പള്ളി. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കും. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താണ് നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? ഒരു ബൂർഷ പുസ്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കൾ എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാൻ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടെല്ലില്ല. റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടെല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം.
ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. So let's see. Because he challenged. Now what happened? Really making the house a party headquarters. ആ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ. ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നമുക്ക് സമയമുണ്ടായോ? അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം. നീ ചോദിച്ച ഉടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്തു തന്നത് എന്നേക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ? രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ. അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നത്? ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ പൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? സ്വന്തം പെണ്ണൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി. നീയൊക്കെ ചേർന്നവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു. അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ്. ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം, അല്ല ബിസിനസ് പൊളിയും. എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ്. നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരയെ നീരുവായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഏറെ പുറത്ത് എനിക്ക് മക്കളുമില്ല, മരുമക്കളുമില്ല. എല്ലാം ഇപ്പൊ അറിയണം. ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല സമയത്താണല്ലോ വന്നത്. എന്താ രണ്ടാൾക്കൊരു മൗനം? എന്നോട് ദേഷ്യം തോന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നി.
രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാം. അതായത് ഗുണദോഷിക്കും തല്ലും ഒക്കെ ചെയ്തു, അതൊക്കെ നല്ലതാ. ഇറക്കി വിട്ടതിനുള്ള പോരായ്മ എന്താണെന്നറിയോ? മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും. അവരെന്റെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ? അവിടെയാണ് കുഴപ്പം. അങ്ങനെ തീരുമാനിച്ചാൽ വേർപ്പെടുന്നതാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം? അവരെ പ്രസവിച്ച ഭാനുവഴിക്ക് സഹിക്കൂ, എന്തിന് കുറച്ച് തന്നെ രാഘവേട്ടൻ സഹിക്കൂ. അടിച്ച് പുറത്താക്കാൻ എളുപ്പ, അവരെ വിളിച്ചു വരുത്തി താമസിച്ച് നന്നാക്കി എടുക്കാൻ ഇത്തിരി വിട്ടുപോയി. എനിക്ക് ആ മിടുക്കില്ല. ഉണ്ടാവണം. അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടിക്കും. ഇനി 4 നല്ല വാക്ക് പറഞ്ഞാൽ അത് നന്നാവുകയും. ഇല്ല അച്ചു. ഞാൻ ഉറപ്പ് തരാന്നേ. നന്നാവണമെന്ന് അവർക്ക് കൂടെ തോന്നണ്ടേ? അവർക്ക് തോന്നി കഴിഞ്ഞു. എന്നാലോ രണ്ടാളും പഠിക്കുന്ന നിൽക്കുന്നത് അവര് പേടിച്ചിട്ട് വരാത്തതാ. സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ പിന്നെ രാഷ്ട്രീയക്കാർ വില വയ്ക്കൂ. എങ്കിലും നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. Oh, they have become successful with all their advice. They started going for a job.